എന്നാലും നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല അടിപൊളി മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മത്തി ഇന്നലെ നമ്മൾ നല്ല മുളകിട്ടിട്ട് നമ്മൾ നാട്ടിൽ മോളിഷ് എന്ന് പറഞ്ഞ കറി വെച്ചിട്ടുണ്ട്. സാധാരണ അത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇന്ന് നമ്മളിത് നല്ല പൊറോട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് പൊറോട്ടയുടെ മീൻ കറി എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് പൊറോട്ട കിട്ടുമോ നോക്കിയിട്ട് വരാം. ഓക്കെ. ഞാൻ താമസിക്കുന്നത് കലൂർ ജയിലൻ സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ടാണ്. അറിയാലോ, ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ മെട്രോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ നല്ല രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല മറ്റേ ജയിലൻ സ്റ്റേഡിയത്തിൻ്റെ ആർച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിക്കുന്നവരൊക്കെ റോഡിലുണ്ട്. നമുക്ക് ആ റോഡിൻ്റെ ഭാഗത്തേക്കാണ് പൊറോട്ട വാങ്ങാൻ പോകുന്നത്. അവിടെ 1-2 കടകളുണ്ട്. നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞെന്ന് വെച്ചാൽ ഒരു 10 രൂപയ്ക്കൊക്കെ പൊറോട്ട കിട്ടണമെങ്കിൽ അവിടെ നമ്മുടെ ദേശാഭിമാനി റോഡിലൊരു മാവഞ്ചോടോ അങ്ങനത്തെ ഒരു കടയുണ്ട്. അവിടെ പോയിട്ടാണ് സാധാരണ വാങ്ങിക്കുന്നത്. അല്ല, അവിടെ വരെ പോയി നോക്കാം പൊറോട്ട ഉണ്ടോ എന്നുള്ളത്. മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് അത്യാവശ്യം ഇന്ന സമയം നല്ല തിരക്കുണ്ട്. മാത്രമല്ല ഈ വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോഴേക്കും നല്ല ബ്ലോക്കാണ്. പിന്നെ ചൊവ്വാഴ്ച വ്യാഴാഴ്ചയാണ് ഈ ഏരിയയിലേക്ക് വേസ്റ്റ് എടുക്കാൻ വേണ്ടത്. വേസ്റ്റൊക്കെ ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ പൊറോട്ട വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷൻ ഇടപ്പള്ളി ഭാഗത്ത് പോകുന്ന മെട്രോ സ്റ്റേഷൻ പരിപാടി നടന്നു. ജയിലൻ സ്റ്റേഡിയം എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്, സ്പോർട്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്റ്റേഡിയം. അങ്ങനെ നടന്ന് ഞാൻ നമ്മുടെ 5 സ്റ്റാർ തട്ടുകട ഇവിടെ നിന്നാണ് ഞാൻ പൊറോട്ട സാധനം വാങ്ങിക്കാറുള്ളത്. പുള്ളിക്കാരൻ പൊറോട്ട പീസിനൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ പരത്തിയിട്ട് കല്ലിലേക്ക് ഇടുന്നത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പുള്ളിക്കാരൻ അടിച്ച് സെറ്റാക്കിയിട്ട് പാർസലാക്കിയിട്ട് സാധനം കയ്യിൽ കിട്ടി. ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് നടക്കണം. റൂമിലേക്ക് നടക്കാൻ ഇച്ചിരി നടക്കാറുണ്ട്, ഒരു 10 മിനിറ്റ് നടക്കും. അങ്ങനെ തിരിച്ച് സാധനമൊക്കെ വാങ്ങിച്ച് റൂമിലേക്ക് എത്തി. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്തായാലും അടിപൊളിയായിരിക്കും. ഞാനേ ഇതൊന്ന് പാത്രത്തിലാക്കിയിട്ട് വരാം. ഒരു കട്ടനും കൂടി ആക്കി പാരലലി, എന്നാലേ നമുക്ക് ആ ഒരു കോമ്പിനേഷൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇന്നലെ രാത്രി, അതായത് ഇന്നലെ വൈകുന്നേരം നമ്മൾ വാങ്ങിയിട്ട് വൈകുന്നേരം കുക്ക് ചെയ്ത് വെച്ചത്. നമുക്കറിയാം മത്തിയുടെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം കഴിക്കുന്നതായിരിക്കും അടിപൊളിയായിട്ടുണ്ടാവുക. അപ്പോൾ അപ്പോഴേക്ക് അതിൻ്റെ ആ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നല്ല സെറ്റായിട്ടുണ്ടാവും മീൻ കറി, പ്രത്യേകിച്ച് മീൻ മോളിഷിനൊക്കെ ആകുമ്പോഴേക്കും. അപ്പോൾ ഈ കഴിക്കുന്നതിന് മുമ്പ് ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരാം. ഗ്രനേറയുടെ ഒരു മൈക്കാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കാണ്. നല്ല അതായത് ഒരു ബിഗിനർ ലെവൽ യൂട്യൂബേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ളൊരു മൈക്കാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരു ബിഗിനർ ലെവൽ ഒരു യൂട്യൂബർ ആകുമ്പോൾ എന്തായാലും ഒരു മൈക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നോക്കാം. ഗ്രനേറയുടെ മൈക്ക്, ഇതിന് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്തായാലും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ മത്തിയെല്ലാം കാണുന്നില്ലേ, സെറ്റാണ്. നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. നല്ല സെറ്റ് മത്തി. അപ്പോൾ നമുക്ക് നോക്കി, ഇപ്പം ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും നല്ല ചൂട്. ആ കയ്യോടെ അവിടെ നിന്ന് അടിച്ചതാണ് ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചത്. അപ്പോൾ ചൂട് കുറഞ്ഞു, കുറച്ച് നേരം ആയല്ലോ വന്നിട്ട്. അപ്പോൾ ഒരു പീസിങ്ങനെ എടുക്കുക, അതിലേക്ക് ഒരു കഷ്ണം നമ്മളെ മത്തി വയ്ക്കുക, എന്നിട്ട് ഒരു പിടി സെറ്റ്. നമ്മളെ വീട്ടിലാക്കുന്ന ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. നമ്മളിപ്പോൾ എത്ര കടകളിൽ പോയി കഴിച്ചു എന്ന് പറഞ്ഞാലും വീട്ടിലാക്കുന്ന ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. സൂപ്പറായിട്ടത് കട്ടനും ആക്കിയിട്ട് നമ്മൾ ഇപ്പോൾ എറണാകുളത്തായതുകൊണ്ട് നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ കുടംപുളി ഇട്ടിട്ട് ഈ സാധനം വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എനിക്കൊന്നു നമ്മൾ നോർമൽ വാളംപുളി വെച്ചിട്ടാണ് ചെയ്യാറ് തോന്നിയത്, കുടംപുളി ഇട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ പ്രൊഡക്റ്റ് നോക്കാൻ മറക്കണ്ട, ഞാനവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ബൈ.